വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാ പറയാനുള്ളത്. ഇന്ന് വയനാട് നിന്നോ ഭൂകമ്പം ഉണ്ടായി, ഭൂം എന്നൊരു സൗണ്ട് കേട്ടു. ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലൊക്കെ ആ സൗണ്ട് കേട്ടിരുന്നു. എന്തൊക്കെ അതാപുകളാണ് ഇനി വരാനുള്ളത്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. വയനാട് ദുരന്ത ബാധിത പ്രദേശത്തുള്ള ആ ദുരിതം അനുഭവിച്ച ആളുകൾക്കുള്ള യഥാർത്ഥ പരീക്ഷണം, യഥാർത്ഥ ദുരിതം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഒരു മുന്നറിയിപ്പായിട്ട് പറയണത് മാത്രമല്ല, അനുഭവത്തിൽ നിന്ന് പറയണതാണ്. അവിടുത്തെ ആളുകൾ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന സർക്കാരും അവർക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്ന ആളുകളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാധാരണ ജനങ്ങളും അറിയാം അവരിനെ അനുഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ ദുരിതം ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് അവിടെ നിന്ന് വളരെ വലിയൊരു ഭൂകമ്പം പോലെ ശബ്ദം കേട്ടു. ഒഫീഷ്യലായിട്ട് പറയുന്നത് ഒരു ഭൂകമ്പമല്ല, മറിച്ചിങ്ങനെ ഈ ഭൂമിയിലെ ഓരോരോ ഫലകങ്ങളാണ്, പ്ലേറ്റുകളാണ്, അത് ഇളകുമുണ്ടായിരുന്ന പ്രകമ്പനാണ്. എന്തൊക്കെ അതാപുകളാണ് പടച്ചറബെ ഇറക്കാൻ വിചാരിച്ചത് എന്ന് അറിഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകട്ടെ. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു വിഷയം നിങ്ങൾ ഗൗരവത്തോടു കൂടി കാണണം. അവിടുത്തെ ആളുകൾക്ക് വരാൻ പോകുന്ന ദുരിതം എന്താന്ന് വെച്ചാൽ 2019 ഓഗസ്റ്റ് 8 മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഇതുപോലെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിൽ അന്ന് 59 ആളുകൾ മരണപ്പെട്ടു. 59 ആളുകൾ മരണപ്പെട്ടു. 11 പേരെ ആ മണ്ണിനടിയിലുണ്ട്. അവരുടെ വീടുകൾ പോയി, സ്വപ്നങ്ങൾ പോയി, പുഴ തന്നെ ഗതിമാറി ഒഴുകി. എത്രയോ വർഷങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ലോൺ എടുത്ത വീടുകളും എല്ലാം 10-25 ഏക്കർ കൃഷിയിടങ്ങൾ പോയി. ഇന്ന് ആ പ്രദേശം ആൾ താമസമില്ലാതെ വെറും ഒരു ഒരു പ്രേതഭൂമിയായിട്ട് കിടക്കാൻ. അങ്ങനെ 2019 ആഗസ്റ്റ് 8 നടന്ന ഈ ഒരു ഉരുൾപൊട്ടലിൽ 59 പേര് മരിച്ച് 11 പേരുടെ മൃതദേഹം കിട്ടുപോലും ഉണ്ടായിട്ടില്ല. അതിൽ ആ ഒരു ദുരിതമുണ്ടായ ആളുകളുടെ അനുഭവം എന്താണെന്ന് നോക്കിയാലാണ് ഈ വയനാടുള്ള ഇപ്പൊ നടന്ന മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ ഉള്ള ആളുകൾക്കും വരാൻ പോകുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് മനസ്സിലാവാം. അതായത് അന്ന് അവിടെ 44 വീടുകളാണ് പൂർണ്ണമായിട്ട് തകർന്നത്. 24 വീടുകൾ ഭാഗികമായിട്ടും തകർന്നു. അങ്ങനെ 44 വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നു, 24 വീടുകൾ ഭാഗികമായിട്ട്. അന്ന് ഇന്ന് കാണുന്നത് പോലെ 128 വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പല സംഘടനകളും ഏറ്റത്. 128 കേട്ടോ, 128 വീടും തകർന്നിട്ടില്ല. പക്ഷെ ഓഫറുകൾ ഇനിയും വയനാട് ദുരന്തം നോക്കുക, മൊത്തത്തിലൊരു 330-40 വീടുകളാണ് തകർന്നിട്ടുള്ളത്. നിലവിൽ വന്ന ഓഫർ 1000-ലധികമാണ്. അപ്പൊ അന്ന് കവളപ്പാറയിലും ഇതുപോലെ ഓഫർ വന്നു, 128 വീടുകൾ അടക്കം ഓഫർ ഉണ്ടായി. പക്ഷേ ആകെ വീട് നിർമ്മിച്ചു കൊടുത്തത് ഈ ഒരു യൂസഫ് അലി ഒരു 30 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. പിന്നെ സർക്കാർ ആദിവാസികൾക്ക് ഒരു 33 വീട് കൊടുത്തു. ഈ യൂസഫ് അലി കൂടി ഇല്ലായിരുന്നെങ്കിൽ കവളപ്പാറയിലെ ജനങ്ങൾ എന്താ ചെയ്യേണ്ടി വരികയെന്നറിയോ? ഇവർക്ക് വേണ്ടിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കാനോ വീടൊരുക്കാനോ തയ്യാറാവാതെ നമ്മുടെ സർക്കാർ നീണ്ടു കൊണ്ടുപോയിട്ട് ഒടുവിൽ ഇവർ കോടതിയിൽ, ഹൈക്കോടതിയിൽ പരാതി കൊടുക്കേണ്ടി വന്നു. ഇവർ വർഷങ്ങളോളം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ബാത്റൂം ഇല്ല, സൗകര്യങ്ങളില്ല, സ്വകാര്യതകളില്ല, അത്രയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവസാനം കോടതി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പരിപാടി നടത്താത്തത്? ഇവർക്കൊരു പുനരധിവാസം എന്താണ് യാഥാർത്ഥ്യമാക്കാത്തത്? ഇന്നും ആ കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായുള്ള നടപടി എടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. യൂസഫ് അലി ഒരു കുന്നുമ്മ ഒരു വീടുണ്ടാക്കി, 30ഓളം വീടുകൾ. അതിനിപ്പോ യൂസഫ് അലി കുന്ന് എന്നാണ്. ഒരു നാടിന് വേണ്ടിയിട്ടൊരു നന്മ ചെയ്തത് കൊണ്ട് ആ മനുഷ്യൻക്ക് ആ പേര് തന്നെ യൂസഫ് അലി കുന്ന് എന്നായി. അതോടൊപ്പം തന്നെ സർക്കാർ 10 ലക്ഷം രൂപ കൊടുത്തു. അതിൽ 6 ലക്ഷം ഭൂമി വാങ്ങാനും 4 ലക്ഷം വീടുണ്ടാക്കാനുമാണ്. ഈ ഒരു 6 ലക്ഷം ഭൂമി വാങ്ങണമെങ്കിൽ അതിന്റെ സ്റ്റാമ്പ് പേപ്പർ മറ്റു ഡ്യൂട്ടികളൊക്കെ ആയിട്ട് അതൊരു 5.25 ലക്ഷം കയ്യിൽ കിട്ടുള്ളൂ. 5.25 ലക്ഷം കൊണ്ട് എവിടെയാണ് സ്ഥലം കിട്ടുക? 4 ലക്ഷം കൊണ്ട് എവിടെയാ വീട് കിട്ടുക? പിന്നെ അത് സന്നദ്ധ സംഘടനകളിലൊക്കെ ശ്രമഫലമായിട്ട് അവരും കൂടി സഹായിച്ചിട്ടാണ് നിലവിലെ വീടുകളൊക്കെ ആദിവാസികൾക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊരു കുന്നിന്റെ മുകളിൽ ഒരു വണ്ടിയും കൂടിയും പോവില്ല. ഒരു 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 അപകടം വന്നാൽ, ഒരാളെ രോഗിയായാൽ അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളില്ല. ഇവർക്കിനി കൃത്യമായിട്ട് രേഖകൾ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കവളപ്പാറയിൽ 2019 ഓഗസ്റ്റ് 8 സമാനമായ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 59 പേര് മരിച്ചിട്ട് 11 പേരെ കാണാതായിട്ട് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്തതെന്നുള്ള ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അവിടെ ഉണ്ട്. അവിടെയുള്ള ആളുകൾക്ക് അവർക്ക് 25 ഏക്കർ കൃഷിയിടം പോയി, നഷ്ടപരിഹാരങ്ങൾ കിട്ടിയിട്ടില്ല. അവർ ഇന്നും കോടതി കയറി ഇറങ്ങാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാൻ. ഇതേ ഒരവസ്ഥ ഈ ഒരാളുകൾക്ക് ഉണ്ടാവും. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാ, യൂസഫ് അലി അവർക്ക് 10-33 വീടുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഈ വീടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് കോടതി കയറേണ്ടി വന്നിട്ടുണ്ട്. കാരണം രേഖകൾ കിട്ടണ്ടേ, ഞാൻ ഇന്ന ആളാണെന്നുള്ള ആധാർ കിട്ടണ്ടേ. ഇനി ഈ ഒരു വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം രേഖകൾ കൃത്യമാക്കുക എന്നുള്ളതാണ്.
ഈ കവളപ്പാറയിലെ തന്നെ ജനപ്രതിനിധികൾ പറയാൻ, പ്രിയപ്പെട്ട മുണ്ടക്കയിലെയും ചൂരൽമലയും നിവാസികളെ, ആളും അർത്തുപ്പുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പിൽ വേണ്ടോളം ഭക്ഷണങ്ങളുണ്ട്, ഇപ്പൊ എല്ലാ മാധ്യമങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ മുഖത്തേക്കുണ്ട്. ഒരു 1, 2, 3 മാസം കഴിയുമ്പോൾ ഞാനടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും പോവും, നിങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും മാത്രമാവും. എങ്ങനെയെങ്കിലും സർക്കാർ അദാലത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രേഖകൾ നിങ്ങൾ തിരിച്ചു പിടിക്കുക. നിങ്ങൾ എത്ര ഭൂമി നിങ്ങൾക്കുണ്ടായിരുന്നു, അതിൽ രേഖയില്ലാത്ത ആൾക്കാരുണ്ടാവും, ആധാരം സൂക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് തന്നെ. അപ്പോൾ ഇനി ആ ജനത അനുഭവിക്കാൻ പോണ ദുരിതം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. നിങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആണ്ടറുതിയിൽ നോക്കാം, ഈ ആളുകൾക്ക് വീട് എന്തായിട്ടുണ്ടെന്നുള്ളത്. ഈ ആയിരക്കണക്കിന് വീടുകൾ ഓഫർ ചെയ്ത ആളുകൾ വീട് നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്, തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ കൈവച്ച് പറയാം, ഉണ്ടാവൂല. ഇപ്പൊ ഇന്ന് സർക്കാർ ചെയ്തൊരു നല്ല കാര്യമുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്, 500 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കിട്ടിയിട്ട് ഓരോ വീട്ടുകാർക്ക് ഇപ്പൊ 10,000 രൂപ കൊടുക്കാനാണ് തീരുമാനം. ഇവർക്ക് കുറെ ഡ്രസ്സ് കൊണ്ടുകൊടുത്തു, ഇവർക്ക് പണമാണ് ഇപ്പൊ ആവശ്യമുള്ളത്. അവിടെ നിന്ന് കുറെ മോഷണം പോയി, പലരുടെയും കല്യാണങ്ങൾ മുടങ്ങി, അവരുടെ ബാങ്കിന്റെ ലോണ് പോലും അടക്കാൻ പറ്റണില്ല. കവളപ്പാറയിലൊക്കെ ഭൂമി സ്ഥലമൊക്കെ പോയവർക്കും ബാങ്ക് ലോൺ വിട്ടില്ല, അവർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചില്ല, ബാങ്ക് ലോൺ അടക്കേണ്ടി വന്നു. എന്തൊരു ദുരിതം ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്രയും കോടികൾ കിട്ടിയിട്ട് സർക്കാർ ഇന്ന് കൊടുത്തൊരു പ്രഖ്യാപനമാണ്, ഒരു കുടുംബത്തിന് മാസം 10,000 രൂപ കിട്ടും. 10,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ ജോലിക്ക് പോകുന്ന കുടുംബത്തെ ആളുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്ക് ഒരു ദിവസം 300 രൂപ വീതം കിട്ടും. 2 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ 3 പേര് ജോലിക്ക് പോകണമെങ്കിൽ അപ്പൊ 3 പേർക്ക് കിട്ടും. അപ്പൊ അത്തരം ആളുകൾക്ക് ഈ 10,000 രൂപ ഉണ്ടാവില്ല കേട്ടോ. അല്ലാത്ത കുടുംബങ്ങൾക്കാണ് ഈ 10,000 രൂപ ആകെ കിട്ടുന്നത്. അപ്പൊ ഇത് അതന്നെ കിട്ടിയ അൽഹംദുലില്ലാ, അങ്ങനെയെങ്കിലും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാക്കി അവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ കുറേ ഫണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പോലും അതാ പാവങ്ങൾക്ക് യഥാവിധി പുനരധിവാസം സാധ്യമാക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആരെയും ഞാനൊരു സർക്കാരിനൊന്നും ഞാൻ പറഞ്ഞില്ല. 2019 ഏത് സർക്കാരാണ്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളെ ആരാ സർക്കാർ എന്നുള്ളത്. ഇത് അനുഭവം ഞാൻ പറയണത്, നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ആ ആളുകൾ അനുഭവിച്ച ദുരിതങ്ങൾ. ഇന്നും ആ ജനത അങ്ങനെ ഒരു ദിനം പടച്ച റബ്ബേ അവിടെ മനസ്സിൽ പോലും വരരുത് എന്നുള്ളതാണ്. പോയത് പോയി. അപ്പൊ ഇനി അവിടുത്തെ മുണ്ടക്കയിലെയും അതേപോലെ ചൂരൽമലയിലും ആളുകൾ രേഖകൾ ശരിയാക്കി സർക്കാർ ചെയ്യുക. അവർക്ക് വേണ്ടുന്ന രേഖകളൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട് കവളപ്പാറയിലെ അനുഭവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കണം. അവർക്ക് നല്ല ജോലികൾ കിട്ടണം. നഷ്ടപ്പെട്ട കൃഷിഭൂമിക്ക് പകരം നഷ്ടപരിഹാരം കിട്ടണം. ഇന്നും കവളപ്പാറയിലെ ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകം. രാഷ്ട്രീയ പാർട്ടികൾ പണം പിരിക്കാനും അതിനൊക്കെ വേണ്ടി ഇഷ്ടം പോലെ മുന്നിലുണ്ടാവും. നമ്മളൊക്കെ കൈയഴിച്ച് സഹായിക്കും. ഇതൊക്കെ അർഹരായ ആളുകൾക്ക് കിട്ടുന്ന ഒരു 3 മാസം കഴിയട്ടെ, നമ്മളൊരു പോക്ക് പോകണം. ഒരു കുടുംബത്തെ നമ്മൾ അവിടെ ചെല്ലുക, ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ഈ സർക്കാരിനെ ഒന്നും നമ്മൾ അവരെയൊന്നും കുറ്റപ്പെടുത്തില്ല കേട്ടോ. അവർ ചെയ്യാനുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് നമ്മളൊരു അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ വിദ്യാഭ്യാസം, കുടുംബകാര്യങ്ങളൊക്കെ നമുക്കും കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഭാഗഭാക്കാവണം എന്നൊരു ആഗ്രഹമുണ്ട്. ഏതായാലും ഞാൻ ഈ പറയുന്ന മുന്നറിയിപ്പ് അനുഭവങ്ങളിൽ നിന്നാണ്. സുഹൃത്തുക്കളായിരുന്നോ? അടുത്തടുത്ത വീടുകളാണ്, അവിടെ മുകളിലാണ് വീട്. ഞങ്ങളാണോ അതിന് ശേഷം കാണുന്നത്? നമ്മളാ ബന്ധമുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ താമസിക്കുന്നവരാ എല്ലാവരും. ഇത്ര വീട്ടുകാരും ആരാണ് ഇവിടെ ഇപ്പൊ എവിടെ ഏത് പെര ഉണ്ടെന്നോ എവിടെ പെര നിൽക്കണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഓനുണ്ട് ആദ്യം കണ്ടപ്പോഴേ എന്നാ പോയതല്ല, ഇപ്പൊ 8 ദിവസമായില്ലേ. 8 ദിവസത്തേക്ക് കാണുമ്പോ ഓനിക്ക് ഞാൻ ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ഓനുണ്ടോന്നൊന്നും അറിയില്ലല്ലോ. എന്താണ് സംഭവിച്ചത്, പരസ്പരം ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും ഇങ്ങനെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം എന്നുള്ളത് അറിയുള്ളൂ. ഞങ്ങളെ ഈ ഏരിയക്ക് ഒരുപാട് കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയ ആണ്. ഒന്ന് കണ്ണടച്ച് ഒന്ന് തുറന്നപ്പോത്തിന് ഞങ്ങൾ അയൽവാസികളൊക്കെ ഈ പെരും കല്ലും മണ്ണും മരങ്ങളും പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ അവസരത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മരണപ്പെടാതെ ഞങ്ങളെ മുന്നിലെ കണ്ടുമുട്ടട്ടെ എന്ന് ഇപ്പോഴും ഞങ്ങൾ വളരെയധികം കാണുമ്പോ ആണ് അറിയുന്നത്. ഒന്നും പറയണ്ട, കാണുമ്പോന്നൊന്നും പറയണ്ട, ഇതിനോട് പരസ്പരം ഉണ്ട്. അതെ അതെ, ഞങ്ങൾ ഈ ഏരിയയിൽ 10-20 ചില്ലാനും കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ. പക്ഷെ ഇവിടെ ഹിന്ദു ബന്ധാണ്, ഹിന്ദു മുസ്ലിം അങ്ങനത്തെ ഒരു സ്നേഹം, അങ്ങനത്തെ ഒരു ഇതില്ല ഇവിടെ.